ഹലോ ഹായ് വെൽക്കം ടു റേഷ്യസ് ലിറ്റിൽ വ്ളോഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ കനേഡിയൻ സൂപ്പർ സ്റ്റോറിലാണ് പോകുന്നത്. നമുക്ക് എല്ലാ രീതിയിലുള്ള പർച്ചേസിങ്ങും നമുക്കൊരു കടയിൽ നിന്ന് തന്നെ ചെയ്യാം. ഡ്രസ്സ്, പിന്നെ ഗ്രോസറി ഐറ്റംസ് എല്ലാം, പിന്നെ ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഡ്രിങ്ക്സ് കാര്യങ്ങൾ എല്ലാം ഒരു ഷോപ്പിനുള്ളിൽ തന്നെ കിട്ടുന്ന ഒരു കാനഡയുടെ ഒരു പ്രധാനപ്പെട്ട ഷോപ്സിലൊന്നാണ് കനേഡിയൻ സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹലോ എവരി വൺ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോർ. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. സാളാപ്പിയുടെ 400, സാളാപ്പിയുടെ 400, അളപ്പിയുടെ 400. So that means I could sit down. ഇത് ഞാൻ ഈ ടോട്ടല കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോട്ടല റാപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന സെക്ഷനാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷൻ കേട്ടോ. നമ്മുടെ മല്ലിയിലെയും പുതിനയിലെയാണ് ഇവിടെ സിലാൻട്രോ എന്നാണ് പറയണത് കേട്ടോ. സവാള പിന്നെ പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു മിനി ബാഗ് പോലെയൊക്കെയുള്ള ഇത് തന്നെ എടുക്കാറ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പൊട്ടറ്റോസ് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കറി കൊടുത്ത് കുറേ പറ്റിക്കാറുണ്ട്. പിന്നെ എല്ലാത്തിലും ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്യും. ഇത് കുറേ നട്ട്സ് ക്യാൻഡീസിൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ നാല് കാര്യങ്ങളൊക്കെ എടുക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഷവർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് എനിക്ക് വേണം. അപ്പോൾ ഞങ്ങൾ പൊതുവേ പുറത്തുനിന്ന് കഴിക്കുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ എല്ലാം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നാനൊക്കെ നമുക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കും. എന്നിട്ട് അതിൽ ചിക്കനൊക്കെ ഫില്ല് ചെയ്ത് ഷവർമ്മ പോലെ കൊടുക്കും. നമ്മൾ 2 സെക്ഷനിൽ കയറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും പിന്നെ ബ്രെഡ് പേസ്ട്രീസിൻ്റെ സെക്ഷനിലും. ഇനി നമ്മൾ മീറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് ചെമ്മീൻ്റെയൊക്കെ സെക്ഷൻ. ഞങ്ങൾ കൂടുതലും ചെമ്മീൻ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് കോസ്കോ എന്നാണ്. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് കുറച്ച് കിള്ളേണ്ട ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനൊക്കെ കിട്ടുന്നതാണ്. പാലിൻ്റെ ബോട്ടിൽ ഞങ്ങൾ 2 ബോട്ടിൽ വാങ്ങാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു വീക്കിലേക്ക് വേണ്ടി വരും ഞങ്ങൾക്ക്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഞാൻ 1 ഗ്ലാസ് പാലൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ടും പിന്നെ ഇടയ്ക്ക് എനിക്കൊരു സേമിയ പായസം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടും ആവശ്യം. ഈ മിൽക്ക് ബാഗ്സൊക്കെ കൂടുതലും ടൊറൻറ്റോ പോലത്തെയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മിൽക്ക് ബോട്ടിൽസ് കിട്ടും. അത് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാഗിയൊക്കെയാണ് ഈ കിടക്കണേ. ഏത് നാട്ടിൽ ചെന്നാലും മാഗി ഒരു വികാരമാണെന്ന് പറയണ പോലെ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണ നൂഡിൽസിൽ മാഗിയാണ്. പിന്നെ ബസ്മതി റൈസിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മട്ട അരി കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അത് ഇന്ത്യൻ സ്റ്റോഴ്സിൽ തന്നെ നമ്മൾ പോകേണ്ടി വരും.
പിന്നെ നമ്മുടെ നാട്ടിലെ ഗോതമ്പ് പൊടി കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ നമുക്ക് കിട്ടും. എന്നാലും നല്ല വലിയ വലിയ പാക്കുകളായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്നത് തന്നെയാണ് നമുക്ക് ലാഭം, വലിയ ഫാമിലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ സെക്ഷനാണിത്. അപ്പോൾ ജീരകം എല്ലാം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു അബദ്ധം പറ്റി, ഞാൻ നമ്മുടെ കാട്ടാണെന്ന് വിചാരിച്ച് വേറെ ആളുടെ കാർട്ടിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നിട്ട് ഇങ്ങനെ നോക്കണേ, ഞാൻ സോറി പറഞ്ഞ് എടുത്തിട്ട് വന്നു. അയാളൊന്നും തെറിയൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന്. ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ, പല ടൈപ്പ്. ഇതാണ് ഡിറ്റർജൻസിൻ്റെ ഒക്കെ സെക്ഷൻ കേട്ടോ. പിള്ളേരെ കൂടെ കൊണ്ട് നല്ല ഗുണം ഉണ്ടാകുന്ന പറയും. നമ്മൾ വീട്ടിൽ നിന്ന് പറയുമല്ലോ, അയ്യോ ഇന്ന സാധനം തീർന്നു പോയി, ഇന്ന സാധനം തീർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ കടയിൽ വരുമ്പോഴത്തേക്കും അവർ ഓർമ്മിപ്പിക്കും. ഇതിപ്പോൾ ഞാൻ മറന്നുപോയതായിരുന്നു, സ്ക്രബ് ഇല്ലായിരുന്നു, തീർന്നിരിക്കുകയായിരുന്നു, അപ്പം ഓർത്തൊരെണ്ണം മേടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ ബ്ലൂബെറിയുടെ സീസണാണ്, അതാണ് ഈ ഒരു കൗണ്ടർ മൊത്തം അത് തന്നെ. നമ്മൾ കാണുന്നതാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ കേട്ടോ. ഇവിടെ ഇവിടുത്തെ ഫാർമസി സെക്ഷനാണ്. ഇവിടെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത മരുന്നുകൾ നമുക്കിവിടെ കുറേ കിട്ടും. പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷനുള്ള മരുന്നുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിച്ചിട്ട്. ഇവിടെ എനിക്ക് ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വല്ല ഒരു 3 days 4 days ഒക്കെ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുപ്പികളൊക്കെ ആക്കിയിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ട ഷാമ്പൂ, പിന്നെ നമ്മുടെ ക്ലൻസർ, പിന്നെ പിള്ളേരുടെ സോപ്പ് കാര്യങ്ങൾ, ഷാമ്പൂ കാര്യങ്ങളൊക്കെ എല്ലാം ചെറിയ ബോട്ടിൽസ് നമുക്കിവിടെ അവൈലബിളാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായാലും വലുതായാലും എന്നുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്കിവിടെ നിന്ന് കിട്ടുന്നതാണ്. മേക്കപ്പ് ഐറ്റംസ്, ഡ്രസ്സ്, പലചരക്ക് സാധനങ്ങളുടെ ഐറ്റംസ് എല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ പകുതി അവിടെ നിന്ന് പകുതി ഇവിടെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോംലെസ് ആൾക്കാർ ഇത്തിരി കൂടുതലാണ് വരുന്നത്. അവർ വന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം എടുത്തിട്ട് ബില്ലും പേ ചെയ്യാതെ ഇവിടുന്ന് ഷോപ്പിംഗ് കാർട്ട് എടുത്തിട്ട് തള്ളിക്കൊണ്ട് പോകും പുറത്തോട്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ നമ്മളും പേടിച്ച് പോകും പെട്ടെന്ന് അടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഇത് 22nd Street അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് പേടിയാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരാനായിട്ട്. ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു കട തന്നെയാണ് കനേഡിയൻ സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നത്. കാനഡയിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു PC Optimum എന്ന് പറഞ്ഞ ഒരു ലോയൽറ്റി പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പേഴ്സ് ട്രക്ക് മാർട്ട്, പിന്നെ ഇത് കനേഡിയൻ സൂപ്പർ സ്റ്റോർ, പിന്നെ നാഫ്രിൽസ് എന്നുള്ള ഷോപ്പുകളിൽ നിന്ന് ഇനിയും 2-3 ഷോപ്പുകൾ വേണ്ടിയുണ്ട്. ആ ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ എമൗണ്ട്, നമ്മൾ പർച്ചേസിങ് എമൗണ്ട് എത്രയാണോ അതനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് വീഴുന്നതാണ്. ആ പോയിൻറ്റ്സ് വഴി നമുക്ക് ഫ്യൂച്ചറിൽ കുറേ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ $10 സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതിൽ മെമ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പ്രൊമോഷൻസ് വഴി നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. PC Optimum ആപ്പ് വഴിയോ അല്ലെങ്കിൽ PC Optimum കാർഡും ഉണ്ട്, ആ വഴിയോ നമുക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് കാനഡയിലെ ഭാഗ്യക്കുറി ലോട്ടറി കേട്ടോ. അപ്പോൾ ഇവിടെ
36 മില്യൺ വരെയൊക്കെയാണ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ വശത്തേക്കേ നോക്കുന്നില്ല. ഇത് കോയിൻ സ്റ്റാർ എന്ന് പറഞ്ഞ മെഷീനാണ്. ഈ മെഷീനിൽ കൊണ്ട് നമ്മുടെ കോയിൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോട്ടുകൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല വെയിലാണ് ഇവിടെ. പക്ഷേ നെക്സ്റ്റ് വീക്ക് മുതൽ 25-20 കുറയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഇനി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.